കാസർഗോഡ് തളങ്കരയിൽ ചന്ദ്രഗിരി പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് മാലിക് ദീനാർ. 1400 വർഷത്തിലേറെ പഴക്കമുള്ള വാസ്തുശില്പ മികവും ചരിത്രവും വിശ്വാസവും ഇഴചേർന്നു നിൽക്കുന്ന പള്ളിയിൽ സ്വദേശികളും വിദേശികളുമായി നിരവധി തീർത്ഥാടകരാണ് ദിനം പ്രതിയെത്തുന്നത്. കേരളത്തിൽ ഇസ്ലാം കടന്നുവന്ന കാലത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ് 1426 വർഷം മുമ്പ് സ്ഥാപിച്ച തളങ്കര മാലിക് ദീനാർ പള്ളി. കറുപ്പഴകിൽ തിളങ്ങുന്ന മരങ്ങളിലെ കൊത്തുപണികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വാസ്തുശില്പ മികവിന് തെളിവാണ്. പ്രധാന വാതിൽപ്പടിക്കൽ കൊത്തിവെച്ച അറബി ലിഖിതം പള്ളിയുടെ ചരിത്രം പറഞ്ഞു തരുന്നു. അറേബ്യയിൽ നിന്ന് കപ്പൽ കയറി വന്ന മാലിക് ഇബിൻ ദിനാറും സംഘവും കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി 10 പള്ളികൾ പണിതുയർത്തി. അതിലൊന്നാണ് മാലിക് ദീനാർ. അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന വെണ്ണക്കല്ല് പള്ളിയുടെ ശിലാസ്ഥാപനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. AD 1845 പള്ളിയുടെ പ്രധാന പുനരുദ്ധാരണം നടന്നത്. കേരളത്തിൽ ഇസ്ലാം വേരാഴ്ത്തുന്നതിൽ മാലിക് ദീനാറും സംഘവും വലിയ പങ്ക് വഹിച്ചതായി ചരിത്രം തന്നെ പറയുന്നു. അക്കാരണത്താൽ തന്നെ അദ്ദേഹം സ്ഥാപിച്ച പള്ളിയിൽ പുണ്യമാസത്തിൽ സന്ദർശനം നടത്താൻ നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. ഇന്ത്യയിലെ ആദ്യമായി നിർമ്മിച്ച 10 പള്ളികളിൽ ഒരു പള്ളിയാണ് കാസർഗോഡ് തളങ്കര മാലിക്ക പള്ളി. ചരിത്ര പ്രാധാന്യമുണ്ട്. രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും അവിടത്തേക്ക് തീർത്ഥാടകരായ വിശ്വാസികൾ എപ്പോഴും എത്തിച്ചേരുന്നുണ്ട്. റംസാൻ മാസത്തിൽ പ്രത്യേകിച്ചും പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിച്ചേരുന്നു. റമദാന്റെ പുണ്യത്തിനായി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്ന വിശ്വാസികൾക്ക് അഭയകേന്ദ്രം കൂടിയാണ് മാലിക് ദീനാർ. ന്യൂസ് മലയാളം, കാസർഗോഡ്.